വൈസ്താറത്തു ആയതാൻ വീണ്ടും നിബന്ധനയാക്കപ്പെടും. കച്ചവടം ചെയ്യുന്നവൻ മുസ്ലിമാവണം. മുസ്ലിമിനാണ് വിളിച്ചാണ്. ഭീമൻ ഒരുവനിൽ യുസ്തറാലഹു മുസ്ഹഫുൻ ഔ മുസ്ലിമുൻ ലാ യതിഖു അലൈഹി ആയ ഒരാൾ. ഞാനൊരാൾക്കൊരു മുസാഫ് മേടിച്ചു കൊടുക്കുകയാണ്. ഞാൻ മുസാഫ് മേടിച്ചു കൊടുക്കുമ്പോൾ അയാൾ മുസ്ലിമാണ്. ഇസ്തറ ഭീമൻ ഒരുവനിൽ ഇസ്ലാം നിബന്ധനയാണ്. ഇസ്തറാലഹു അവന് വേണ്ടി വാങ്ങപ്പെടുന്നു. എന്ത്? മുസാഫ് വാങ്ങപ്പെടുന്നു. മുസാഫ് പോലെ തന്നെ ഹദീദിന്റെ കിതാബുകളും സലഫ് സാലിഹീങ്ങളുടെ ആധാറുകളും മനസ്സിലായ മൗലവി കിതാബൊന്നും കാബറിന് പഠിച്ചുകൊണ്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ലഹു മുസാഫ് ഔ മുസ്ലിം, അല്ലെങ്കിൽ അയാൾക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു മുസ്ലിമിനെയാണ്, അടിമയായ മുസ്ലിമിനെ മേടിച്ചുകൊണ്ട് കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന മേടിക്കാൻ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അവിടെ. ഞാനിപ്പം അസ്ലമിന് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അസ്ലം മുസ്ലിം ആവണമെന്ന് പറയാനേ. അസ്ലമിന് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു അടിമ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പോകില്ല, ഒരു മുസ്ലിമായ ഒരു അടിമ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പോകും. അപ്പൊ ആ അസ്ലം മുസ്ലിമായതിന് എനിക്ക് ഇവനെ കൊണ്ട് അവിടെ കൊടുക്കാൻ പറ്റും. കാഫിരീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ അടിമകളെ മേടിച്ചുകൊണ്ട് കൊടുക്കരുത്. ഇനി മുസ്ലിം കാഫിരീങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാം. ആ കാഫിറിന്റെ വാപ്പ അടിമയാണ്, കാഫിറിന്റെ വാപ്പ കാഫിറിന്റെ മോൻ അടിമയാണ്. മനസ്സിലായി? അപ്പൊ അവന് വേണ്ടി മേടിച്ചു കൊടുക്കും. കാരണം മേടിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, അവന് മോചിതനാണ്. അപ്പൊ അവന് വാപ്പായെ ഒഴിവാക്കാൻ മോനെ ഒഴിവാക്കുന്നു. മനസ്സിലായി? ഞാനേ അസ്ലമിന് വേണ്ടിയിട്ട് ഒരടിമയെ മേടിച്ചോണ്ട് കൊടുക്കുക. ഈ അടിമ മുസ്ലിം ആകാൻ പാടില്ല. മുസ്ലിം ആകുന്നൊരു കോലമുണ്ട്. അസ്ലമിന്റെ വാപ്പയാണ് ഈ അടിമ. മനസ്സിലായ? ഗോവിന്ദന്റെ വാപ്പയാണ് ഈ അടിമ, അച്ഛനാണ് ഈ അടിമ. ഇപ്പൊ തിരിഞ്ഞ അല്ലെ? ഗോവിന്ദന്റെ മകനാണ് ഈ അടിമ. അപ്പൊ ഗോവിന്ദന് വേണ്ടി ഞാൻ മേടിച്ചോണ്ട് കൊടുക്കുക, മേടിച്ചോണ്ട് കൊടുക്കാൻ കുഴപ്പമില്ല. കാരണം അവന് വേണ്ടി മേടിക്കലോട് തന്നെ ഈ എന്ത് ചെയ്തു, ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ മകൻ ഇത്തുക്കായി കേടായിട്ട് ഇത്തുക്കാവും. അങ്ങനെ മേടിച്ചു കൊടുക്കും. മനസ്സിലായില്ല? അതേ പ്രകാരം നമ്മൾ ആയുധം വിൽക്കാൻ നമ്മളെ കടയിൽ വെച്ചിരിക്കുന്നു. ആയുധം വിൽക്കുമ്പോൾ ആയുധം വാങ്ങാൻ വരുന്നവൻ കാഫിറാണെങ്കിൽ അവന് കൊടുക്കല്ലോ. അവൻ നമ്മളെ ആയുധം കൊണ്ടാണ് നമ്മളെ വെട്ടിക്കുന്നത്. വഅദുമുൽ ഹറാബത്തി, ശത്രുത ഇല്ലാതെ ഇരിക്കണം. മനസ്സിലായില്ലേ? എവിടെ? ആയുധങ്ങൾ വാങ്ങുന്നതിൽ. ആയുധം നമ്മളൊരാൾക്ക്, എനിക്ക് കച്ചവടം ആയുധമാണ്, ഞാൻ വാളും പരിചയമൊക്കെ വെക്കുന്ന ആളാണ്. വാളും പരിചയം വാങ്ങാൻ വന്നത് എന്നെ കണ്ടാ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആർഎസ്കാരനാണ്, അല്ലെങ്കിൽ ബജ്റംഗ് ദളനാണ്. അവന് കൊടുക്കാൻ പാടില്ല. പിന്നെ അതിനെ ചെയ്തഞ്ഞു. അപ്പൊ ഇതിന് അനുവാദം കൊടുത്തു. സീദ് അനുവാദം കൊടുത്തു. ലാബിദിയാന്റെ അടിമയ്ക്ക്, അൽ ബാലിഗായ അടിമയ്ക്ക് ഫിത്തിജാരത്തി കച്ചവടം ചെയ്യാൻ അനുവാദം കൊടുത്തു. തസറബൽ അബദ്, ഈ അബദിന് ക്രയവിക്രയം ചെയ്യാം. ബിഹസബിൽ ഇദ്നി, ഉടമ അനുവാദം കൊടുത്തനുസരിച്ച് ക്രയവിക്രയം. അതിനപ്പുറത്തോട്ട് പറയും. അനുവാദം എവിടെയാണ്? അവിടെ. വലാ യജൂസു ലി അഹദിൻ, ഒരാൾക്കും അനുവദനീയമല്ല മുആമലത്തു അബ്ദി, അടിമകളുമായിക്കൊണ്ട് കച്ചവടം ചെയ്യരുത്. ആ അടിമയെ സംബന്ധിച്ചുകൊണ്ട് ആ അടിമയുടെ ഉടമ അനുവാദം കൊടുത്തു എന്നറിഞ്ഞാലേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലായ്യായിരമായി വാങ്ങാൻ ചെല്ലുന്നവൻ, ഇടപാട് നടത്തുന്നവൻ അറിഞ്ഞാലൊഴിച്ച് അന്ന സയ്യിദഹു, ആ അടിമയുടെ ഉടമ
ഇവൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അറിയും? വിഭജനത്തിൽ സാക്ഷികളെ കൊണ്ടറിയാൻ മതി. അല്ലെങ്കിൽ കൗലി ചെയ്തി ആ അടിമയെ ഉടമ പറഞ്ഞുകൊണ്ട് നമ്മളെ അബുദിന് അനുവാദം കൊടുത്തുകൊണ്ട് കച്ചവടം ചെയ്യാനെന്ന് വലായുക്ബലു ബി കൗലില്ല. അടിമയുടെ ആ കൗലിനെ അവിടെ സ്വീകരിക്കപ്പെടില്ല. ചിലപ്പോൾ കള്ളന്മാരെ സാധ്യത. വല്ലബതു അടിമ ലാ യംലികു ചെയ്യാൻ ഒന്നിനെ മിൽക്കാക്കുകയില്ല. മല്ലക്കഹു സയ്യിദ് ഉടമ മിൽക്കാക്കി കൊടുത്താലും അടിമയില്ല. അടിമയ്ക്ക് ഒന്നും മിൽക്കാക്കാൻ പറ്റില്ല. ഉടമ കൊടുത്താൽ തന്നെ ഉടമ അടിമയ്ക്ക് എന്ത് ചെയ്തു? മിൽക്കാക്കി കൊടുത്താലും അധികാരമില്ല. കഴിഞ്ഞു. കച്ചവടമൊക്കെ നടന്നു. കതൽ ബൈഉ കച്ചവടം നടന്നാല് സബത്തലി കുല്ലിൻ മിനൽ ബാഇ വൽ മുശ്തരി വാങ്ങിയവനും കൊടുത്തവനും സുബൂത്താവുന്നതാണ്, സ്ഥിരമാകുന്നതാണ്. ഖിയാറു മജ്ലിസി എന്താ? ഖിയാറുൽ മജ്ലിസി അൽ മജ്ലിസുൽ ഖിയാറുതാണ് തെരഞ്ഞെടുക്കലിന്റെ സ്ഥലം. മാലമെത്തഫറഖാ കച്ചവടം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടിനോടെ തന്നെ ഉണ്ട്. മേടിച്ചോണ്ട് പോയാൽ പിന്നെ നീ ഇല്ല പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ ചെറുത്താക്കണം. ഞാൻ കൊണ്ട് നോക്കട്ടെ, ഈ വസ്തുക്കൾ എടുക്കുമോ അല്ലെങ്കിൽ തിരിച്ചുകൊണ്ട് വരും. പിന്നെ ചെറുത്താക്കിയാണെങ്കിൽ എത്ര ദിവസം വരെ കുഴപ്പമില്ലെന്ന് പിന്നെ പറയും. മാലമെത്തഫറഖ മജ്ലിസ് വിട്ടുപിരിയാതിരിക്കുമ്പോൾ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ട്. തെരഞ്ഞെടുക്കാൻ ഒന്നുകിൽ കച്ചവടം നടത്തി പോവുക, അല്ലെങ്കിൽ വേണ്ട നോക്കുക. മാലമെത്തു ഔ യഖ്താറാ അല്ല അവർ രണ്ടുപേരും തെരഞ്ഞെടുക്കാതിരിക്കുമ്പോൾ അല്ലിംലാ ജമീഅൻ കഴിഞ്ഞു കടക്കലിനെ, അല്ലെങ്കിൽ ഔ യഫ്സഖുഹു അഹദുഹുമ രണ്ടാളൊരാളങ്ങ് ഫസ്ഖ് ചെയ്തു. ഫസ്ഖ് ചെയ്താൽ പിന്നെ ഇനിയിപ്പോൾ എന്തില്ല? ഖിയാറില്ല. കച്ചവടം കഴിഞ്ഞില്ലേ? ഫസ്ഖ് കച്ചവടം വേണ്ടാന്ന് വെച്ചില്ലേ? വലികുല്ലിൻ മിനൽ ബാഇ വൽ മുസ്തരി അല്ല മുസ്തരിക്കും ബായി എന്നുള്ള എല്ലാ ഓരോരുത്തർക്കുമുണ്ട് ഷർത്തുൽ ഖിയാർ. ഈ ഖിയാറിനെ തെരഞ്ഞെടുക്കാനുള്ള നിബന്ധന വെക്കാം. ഫിൽ ബൈഇ കച്ചവടത്തിൽ സലാസത്തായി 3 ദിവസം. ഫമാദൂനഹ 3 താഴെയുള്ള 3 ദിവസം കഴിഞ്ഞാൽ പറ്റില്ല. ലഹുമ 2 പേർക്കും പറ്റും. അങ്ങനല്ലേ? അല്ലെങ്കിൽ ലൗലിയാലും 2 പേരും പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു, എന്നാലും മതി. ഇല്ലാ ഇതാക്കാനല്ല അക്കുതു ഇടപാടായാലൊഴിച്ച് മിമ്മ ഒന്നിൽപ്പെട്ടതാണ് യഹ്റൂമു ഫീഹി ആ ഒന്നിൽ ഹറാമാകും വിട്ടുപിരിയൽ ഖബലൽ ഖബ്ദി ഖബ്ദിന് മുമ്പ് വിട്ടുപിരിയൽ ഹറാമാകുന്ന കച്ചവടമാണെങ്കിൽ അവിടെ ഖിയാറില്ല. കമാ ഫി റിബ വസ്സലമി സലം കച്ചവടവും റിബ കച്ചവടവും പലിശ കച്ചവടം. യദംബിയദിൻ അങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്. സ്വർണത്തിന് പകരം വെള്ളിക്ക് പകരം യദംബിയദിൻ മിഥലം ബി മിഥിലി കച്ചവടം ചെയ്തു. മനസ്സിലായില്ല? സ്വർണത്തിന് പകരം കച്ചവടം ചെയ്തു. 2 പവൻ സ്വർണം 2 പവൻ സ്വർണത്തിന് പകരം കച്ചവടം ചെയ്തു. തിരിഞ്ഞോ? അവിടെയൊന്നും എന്തില്ല. ഇല്ലാതാക്കാൻ പിടിക്കുന്നതിന് മുമ്പ് വിട്ടുപിരിയൽ ഹറാമാകുന്ന കച്ചവടങ്ങളുണ്ട്. ഇതുപോലെ കമാഫ റിബ കച്ചവടം പോലെ. റിബ കച്ചവടം പറഞ്ഞാല് സ്വർണത്തിന് പകരം വെക്കുകയാണെങ്കിൽ നിബന്ധനകളുടെ അവിടെ വിട്ടുപിരിയാൻ പാടില്ല. കൊടുക്കുക, വാങ്ങുക, പോവുക. ഇന്ന് സ്വർണം മേടിച്ച് നാളെ വേറെ സ്വർണം കൊടുക്കാൻ പറ്റില്ല. അത്രയും ദിവസം പലിശയാവും. പഴയ സ്വർണം വിറ്റു, പുതിയ സ്വർണം വാങ്ങുക. പഴയ സ്വർണം വിറ്റിട്ട് ആ പൈസ കൊണ്ട് പുതിയ സ്വർണം വാങ്ങുക. 2 പവൻ പഴയ സ്വർണം അത് കൊടുത്തിട്ട് പകരം 1 പവൻ പുതിയ സ്വർണം പലിശ. മിഥിലംബി മിസ്തായില്ല. സ്വർണത്തിന് കച്ചവടം ചെയ്യുമ്പോൾ മിഥിലൻ
മുമാതലത്ത് നിബന്ധനയാണ്. അപ്പൊ അതിനെന്ത് മാർഗം? എന്താ മാർഗം? ഞാൻ പഴയ സ്വർണം വിൽക്കണം, പൈസ പഠിക്കണം, എന്നിട്ട് ആ പൈസ കൊണ്ടിട്ട് എന്ത് ചെയ്യണം? സ്വർണം പഠിക്കണം. ഇപ്പൊ സ്വർണത്തിന് വേറെ സ്വർണം പഠിച്ചതല്ല, പൈസയ്ക്ക് വേറെ സ്വർണം പഠിച്ചത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ റിബ കച്ചവടത്തിൽ വിറ്റുപിരിയുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ല പിടിക്കുന്നതിന് മുമ്പ് തഫർക്ക് പാടില്ലാത്തതാണ്. അങ്ങനെയുള്ള കച്ചവടങ്ങളായാലും അവിടെയൊന്നും എന്തില്ല, ഖിയാർ മജ്ലിസ് ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ ഖിയാറില്ല. കാരണം ഖിയാർ തന്നെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം തന്നെ ഉണ്ട്. അത് കൊടുക്കുന്നു, മറ്റത് വാങ്ങുന്നു. പിന്നെ അവിടെ ഇനിയിപ്പം അവിടെ ഇനി ഖിയാറുണ്ടോ? ഇനി ഖിയാറില്ലല്ലോ അവിടെ. കാരണം ഇനി ഖിയാർ വെക്കാൻ പറ്റുന്നില്ല അവിടെ. കാരണം ഈ സാധനം വാങ്ങുമ്പോൾ മറ്റേ സാധനം കൊടുക്കണമെന്ന് നിയമം. ഇത് ഖിയാർ, ഇനിയോട് ഖിയാറില്ല. മനസ്സിലായി? ഖിയാർ മജ്ലിസ് എന്ന് പറയുന്ന സംഗതി ഇനി അവിടെ ഇല്ല. ഫൈദാ ബിഅ ദഹബുൻ, സ്വർണം വിറ്റു, ഉസ്തുരിത ഫീ ബൈഅൽ ഖബ്ദു ഖബ്ല തഫറുഖ്. കണ്ട, വിട്ടുപിരിയുന്നതിന് മുമ്പ് പരസ്പരം കൈമാറണം. അപ്പൊ ഇനി അവിടെ ഖിയാറുണ്ടോ? ഇല്ല. അതേപോലെ കാലം തന്നെ നമ്മൾ സ്ഥലം കച്ചവടം ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട്, സ്ഥലമിനെ പറ്റിയിട്ട്. അവിടെ ഖിയാറില്ല. സുമ്മയിലാക്കാൻ ഖിയാറുലിൽ ബാഇഇ വഹദഹു. അപ്പൊ ഇനി സാധനം വിറ്റു, ഖിയാർ മജ്ലിസ് വെച്ചു. ഖിയാർ മജ്ലിസ് ആർക്ക്? ബാഇഇ മാത്രമേ വെച്ചു. ബായി പറഞ്ഞത് പറ്റില്ല. ഖിയാർ മജ്ലിസ് 3 ദിവസം വരെ ഖിയാർ മജ്ലിസ് ഉണ്ടെന്ന് പറഞ്ഞു. സുമ്മയിലാക്കാൻ ഖിയാറുലിൽ ബാഇഇ, വാങ്ങിയ വിറ്റവനാണെങ്കിൽ വഹദഹു, എന്നാൽ ഈ സാധനം ആരുടെ അടുക്കലിരിക്കണം? ഈ 3 ദിവസം വരെയും ബായിന്റെ അടുക്കലിരിക്കട്ടെ സാധനം. ഫൽമബീഉ, ചരക്ക്, ഫീ സമനിൽ ഖിയാർ, ഖിയാറിന്റെ സമയത്തുള്ള ചരക്ക്, മിൽക്കുഹു, ഈ ബായിന്റെ മിൽക്കാണ്. അല്ല വൈകാനീ ഖിയാറായാൽ മുസ്തരി, മുസ്തരിക്ക് വഹദഹു ആയാലോ, ഫൽമബീഉ, ചരക്ക്, ഫീ സമനിൽ ഖിയാരി, മിൽക്കുഹു. രണ്ടുപേർ കൂടെ ആയാലോ, രണ്ടുപേർ ഖിയാർ മജ്ലിസ് വെച്ചെങ്കിലോ, വൈകാന ഖിയാർ മജ്ലിസ് ആയാലും ലഘുമ രണ്ടുപേർക്കും ആയാലോ, ആ സാധനത്തിലുള്ള മിൽക്ക് മൗഖൂഫ്, നിർത്തപ്പെടും, ആക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇൻതമ്മൽ ബൈഉ, കച്ചവടം അങ്ങ് താമായാൽ, തബയ്യന, വ്യക്തമായി, അന്നഹു, ഈ സാധനം, കാന, ആ സാധനമായിരുന്നു, മിൽക്കൻ, മുസ്തരിക്കുള്ളതാണെന്ന് മനസ്സിലായി. ബൈഉ, കച്ചവടം ഫസ്ഖ് ചെയ്യപ്പെട്ടാലോ, തബയ്യന, വ്യക്തമായി, അന്നഹു, ആ സാധനം, കാന, അതായി, മിൽക്കൽ ബാഇഇ. ഫസ്ലുൻ ലിൽ മബീഇ, ചരക്കിനുണ്ട് ശുറൂത്തുൻ ഖംസ, 5 നിബന്ധനകൾ ഉണ്ട്. അയ്യകൂന ത്വാഹിറൻ, വാങ്ങുന്ന സാധനം ശുദ്ധിയുള്ളതാണ്. ചാണകം കച്ചവടം ചെയ്യാൻ പറ്റില്ല, വളങ്ങൾ കച്ചവടം ചെയ്യാൻ പറ്റില്ല, ശുദ്ധിയില്ലാതെ അങ്ങനെ കച്ചവടം ചെയ്യും. ഒരു ലോഡ് വളം എടുക്കാനും പറ്റില്ല. ചാണകം അങ്ങനെ കച്ചവടം ചെയ്യും. ചാണകം നേസല്ലേ? എന്താ പേര് വാങ്ങുന്നോ? അത് ശരിയാണ്. മുന്തഫിഅൻ ബിഹി, അതുകൊണ്ട് പ്രയോജനമെടുക്കാൻ പറ്റുന്നതുമാകണം. മഖ്ദൂറൻ അലാ തസ്ലീമിഹി, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിവാക്കപ്പെടുന്നതുമാകണം. മംലൂക്കൻ ലിൽ ആഖിദി, ഇടപാട് നടത്തുന്നവന് മിൽക്ക് ആയതും ആകണം. മനസ്സിലായോ? മംലൂക്കൻ ലിൽ ആഖിദി, ആഖിദിന്, ഇടപാട് നടത്തുന്നവന്, അല്ലെങ്കിൽ ലിമൻ, ഒരുവന് മിൽക്കായതാണ്. അങ്ങനത്തെ ഒരുവൻ. നാബൽ ആഖിദു അൻഹു, ഇടപാട് നടത്തുന്നവൻ എന്ത് ചെയ്തു? അവൻ നായിബാക്കി, അൻഹു, അവനെ തൊട്ടു. മനസ്സിലായോ? അവന് മിൽക്കായതാണ്. നാബല്ല കൗലിമൻ നാബ, കേട്ടാ, വക്കീലോ വലിയൊക്കെ ആവും, നായിബായി വരുന്നവൻ. തിരിഞ്ഞോ? പിന്നെ ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം.
എത്ര നേരോട് വിലടിച്ചത് അവിടെ എന്തുവാണ് അവിടെ ജോലി നിന്ന് പിന്നെ നായിബൻ എന്താണ് നാബൽ ആപ്തിദു എന്നത് നായിബായി വന്ന അവന് വിൽക്കാതെ അവനെന്താകണം മിൽക്കായ സാധനം വിൽക്കാൻ പാടുള്ളൂന്ന്. ഇപ്പൊ കട്ടോണ്ട് വരുന്ന സാധനം മേടിക്കാൻ പാടില്ല എന്നതിന്റെ അർത്ഥം. കട്ടോണ്ട് വരുന്നതിന് മിൽക്കായതല്ല ആ സാധനം. മനസ്സിലായോ? മഅലൂമൻ സാധനം അറിയപ്പെട്ടതുമാകണം. രണ്ടുപേർക്കും അറിയപ്പെട്ടതാകണം. അവൻ പൊതിഞ്ഞു വെച്ചോണ്ട് വെച്ചോളഞ്ഞാൻ പറ്റില്ലാന്ന്. പൊതിയുള്ളി ഈ സാധനം ഇതിന്റെ അകത്തൊരു സാധനം പൊതിഞ്ഞു വെച്ചേക്കുക വെച്ചോളഞ്ഞാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫലാശ അതിന്റെ മുഹത്തറസുകൾ ഫലാശി ബയ്യു ഐനിൻ നജിസത്തിൻ നജസായ ഐനിനെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. കൽക്കൽബി അത് മുത്തനജിസത്തിൻ മുത്തനജിസിനെയും കച്ചവടം ചെയ്യാൻ പറ്റില്ല. എങ്ങനത്തെ മുത്തനജിസ് ലം യുംകിൻ വലം യുംകിനുണ്ടോ? ലം യുംകിൻ തത്വീറുവ മാവ് വേണ്ടത് ലാഹിർ അതിനെ ശുദ്ധിയാക്കാൻ പറ്റിയില്ല. കല്ലബനി പാല് നേസായിപ്പോയി. പാലെങ്ങനെ നേസായി? മൂത്രമണി നേസായി കച്ചവടം പറ്റുമോ? ദുഹിനി എണ്ണ പോലെ മസാല പാലും എണ്ണയും മസാല നമുക്കങ്ങനെ സൗകര്യമായാലോ കൗബിൻ മുത്തനജിസായ വസ്ത്രം പോലെ എന്നാ ജാത വലാശി ബൈഉ മാലാ യുന്തഫബി മാലാ യുന്തഫബിയായ സാധനം കച്ചവടം ചെയ്യാൻ പറ്റില്ല. കല്ല അശറാത്തി പണ്ടുപുരാണികൾ ഹബ്ബത്തി ഹിന്ദത്തിൻ ഗോതമ്പത്തിന്റെ ഒരു മണി വാലാത്തിൽ മലാഗിൽ മഹറമത്തി ഹറാമാക്കപ്പെടുന്ന വിനോദ ഉപകരണങ്ങൾ അതൊന്നും പാടില്ല. അപ്പൊ ഈ മീനൊക്കെ വെക്കാൻ പാടുണ്ടോ? കളർ മീനൊക്കെ അതിന് പ്രയോജനമുണ്ടോ?